എക്സ്റേ രശ്മികൾ ശരീരത്തിലൂടെ കടത്തിവിട്ട് ചിത്രങ്ങളെടുക്കുന്ന രീതിയാണിത്. എല്ലുകൾ, പല്ലുകൾ എന്നിവയിലെ പ്രശ്നങ്ങളും നെഞ്ചിലെ അണുബാധകളും കണ്ടെത്താൻ ഇത് സഹായിക്കുന്നു. എക്സ്റേ രശ്മികൾക്ക് എല്ലുകളിലൂടെ കടന്നുപോകാൻ പ്രയാസമാണ്, എന്നാൽ മാംസപേശികളിലൂടെ എളുപ്പത്തിൽ കടന്നുപോകാൻ കഴിയും. അതുകൊണ്ട് എല്ലുകൾ വെളുത്തും മാംസപേശികൾ ഇരുണ്ട നിറത്തിലും ചിത്രത്തിൽ കാണാം. 2. സിസ്റ്റർ ടി സ്കാൻ, CT സ്കാൻ, കമ്പ്യൂട്ടഡ് ടോമോഗ്രഫി സ്കാൻ. പ്രവർത്തനം: സിസ്റ്റർ ടി സ്കാൻ എന്നത് എക്സ്റേയുടെ ഒരു നൂതന രൂപമാണ്. ഒരു കമ്പ്യൂട്ടറിന്റെ സഹായത്തോടെ ശരീരത്തിന്റെ വിവിധ കോണുകളിൽ നിന്ന് നിരവധി എക്സ്റേ ചിത്രങ്ങളെടുത്ത് അവയെ ഒരുമിച്ച് ചേർത്ത് ശരീരഭാഗങ്ങളുടെ ത്രിമാന ചിത്രങ്ങൾ നിർമ്മിക്കുന്നു. ഇത് ആന്തരിക അവയവങ്ങൾ, എല്ലുകൾ, മൃദുകലകൾ, രക്തക്കുഴലുകൾ എന്നിവയിലെ ചെറിയ മാറ്റങ്ങൾ പോലും വ്യക്തമായി കാണാൻ സഹായിക്കുന്നു. തലച്ചോറിലെ രക്തസ്രാവം, ട്യൂമറുകൾ, അസ്ഥിയൊടിവുകൾ എന്നിവ കണ്ടെത്താൻ ഇത് വളരെ ഫലപ്രദമാണ്. 3. MRI സ്കാൻ. MRI സ്കാൻ, മാഗ്നറ്റിക് റെസൊണൻസ് ഇമേജിംഗ്. പ്രവർത്തനം: MRI സ്കാൻ ശക്തമായ കാന്തികക്ഷേത്രവും റേഡിയോ തരംഗങ്ങളും ഉപയോഗിച്ചാണ് പ്രവർത്തിക്കുന്നത്. ശരീരത്തിലെ ജലാംശത്തിലെ ഹൈഡ്രജൻ ആറ്റങ്ങളെയാണ് ഇത് ലക്ഷ്യമിടുന്നത്. കാന്തികക്ഷേത്രം ഈ ആറ്റങ്ങളെ ഒരു പ്രത്യേക ദിശയിലേക്ക് വിന്യസിക്കുകയും റേഡിയോ തരംഗങ്ങൾ ഉപയോഗിച്ച് അവയെ വ്യതിചലിപ്പിക്കുകയും ചെയ്യുന്നു. ഈ വ്യതിചലനത്തിൽ നിന്നുള്ള സിഗ്നലുകൾ കമ്പ്യൂട്ടർ വിശകലനം ചെയ്ത് ശരീരത്തിന്റെ വിശദമായ ചിത്രങ്ങൾ നിർമ്മിക്കുന്നു. തലച്ചോറ്, സുഷുമ്നാ നാഡി, സന്ധികൾ, മൃദുകലകൾ എന്നിവയിലെ പ്രശ്നങ്ങൾ കണ്ടെത്താൻ MRI സ്കാൻ വളരെ സഹായകമാണ്. 4. അൾട്രാസൗണ്ട് സ്കാൻ. അൾട്രാസൗണ്ട് സ്കാൻ ബൈ സോണോഗ്രാം. പ്രവർത്തനം: ശബ്ദതരംഗങ്ങൾ ഉപയോഗിച്ച് ശരീരത്തിന്റെ ഉൾഭാഗത്തെ ചിത്രങ്ങൾ എടുക്കുന്ന രീതിയാണിത്. ഉയർന്ന ഫ്രീക്വൻസിയുള്ള ശബ്ദതരംഗങ്ങൾ ശരീരത്തിലേക്ക് അയയ്ക്കുകയും അവ ശരീരത്തിലെ അവയവങ്ങളിൽ തട്ടി തിരികെ വരുമ്പോൾ സെൻസറുകൾ ഉപയോഗിച്ച് സ്വീകരിക്കുകയും ചെയ്യുന്നു. ഈ തരംഗങ്ങളുടെ പ്രതിഫലനം കമ്പ്യൂട്ടർ വിശകലനം ചെയ്ത് തത്സമയ ചിത്രങ്ങളായി മാറ്റുന്നു. ഗർഭസ്ഥ ശിശുവിന്റെ വളർച്ച നിരീക്ഷിക്കാനും ആന്തരിക അവയവങ്ങളിലെ നീർക്കെട്ടുകൾ, ട്യൂമറുകൾ എന്നിവ കണ്ടെത്താനും ഇത് വ്യാപകമായി ഉപയോഗിക്കുന്നു. 5. പെറ്റ് സ്കാൻ. പെറ്റ് സ്കാൻ, പോസിട്രോൺ എമിഷൻ ടൊമോഗ്രഫി സ്കാൻ. പ്രവർത്തനം: ശരീരത്തിലെ കോശങ്ങളുടെ പ്രവർത്തനക്ഷമത അളക്കാൻ സഹായിക്കുന്ന സ്കാനിംഗ് ആണിത്. വളരെ കുറഞ്ഞ അളവിൽ റേഡിയോ ആക്റ്റീവ് പദാർത്ഥം, ട്രാസർ, രോഗിയുടെ ശരീരത്തിലേക്ക് കുത്തിവയ്ക്കുന്നു. ഈ ട്രാസർ ശരീരത്തിലെ കോശങ്ങളാൽ ആഗിരണം ചെയ്യപ്പെടുകയും ഊർജ്ജസ്വലമായ കോശങ്ങളിൽ ഇത് കൂടുതൽ കേന്ദ്രീകരിക്കുകയും ചെയ്യും. ഈ ട്രാസറിൽ നിന്ന് പുറത്തുവരുന്ന കിരണങ്ങൾ സ്കാനർ കണ്ടെത്തുകയും കമ്പ്യൂട്ടർ ഉപയോഗിച്ച് ചിത്രങ്ങൾ നിർമ്മിക്കുകയും ചെയ്യുന്നു. അർബുദം കണ്ടെത്താനും അതിന്റെ വ്യാപനം മനസ്സിലാക്കാനും തലച്ചോറിലെയും ഹൃദയത്തിലെയും പ്രവർത്തനങ്ങൾ വിലയിരുത്താനും ഇതുപയോഗിക്കുന്നു. ഈ സ്കാനിംഗ് രീതികളെല്ലാം രോഗനിർണയത്തിൽ ഡോക്ടർമാരെ സഹായിക്കുകയും കൃത്യമായ ചികിത്സ നൽകാൻ വഴിയൊരുക്കുകയും ചെയ്യുന്നു. ഓരോ സ്കാനിംഗും അതിന്റേതായ പ്രത്യേക സാഹചര്യങ്ങളിലും രോഗാവസ്ഥകളിലുമാണ് ഉപയോഗിക്കുന്നത്.